മക്കയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു, സുന്ദരിയായ ഒരു പെണ്ണ്, കാണാൻ നല്ല കാന്തിയുള്ള പെണ്ണ്. ആ പെണ്ണ് ഒരു ദിവസം കണ്ണാടിയിലൊന്ന് പോയി നോക്കി, എങ്ങനെയുണ്ട്. അപ്പോൾ പെണ്ണ് നോക്കിയപ്പോ തരക്കേടില്ല. എന്നെ പോലെ സൗന്ദര്യമുള്ള ആരെ എനിക്ക് പരിചയമില്ല. അപ്പൊ ഭർത്താവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ ഈ മുഖം കണ്ടാൽ വഞ്ചിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എന്റെ സൗന്ദര്യം കണ്ടാൽ വീഴാത്ത ഏതെങ്കിലും ആണുങ്ങൾ ദുനിയാവിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നഅം, ഒരാളുണ്ട്. ചോദിച്ചു, ആരാണ്? ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ട്. ഉബൈദ് ബിൻ ഉമൈർ നിന്റെ ലൈനിൽ വീഴൂല. അപ്പൊ ഈ പെണ്ണ് ചോദിച്ചു, അല്ല എനിക്കൊന്ന് പെർമിഷൻ തരുമോ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അയാളെ ഒന്ന് ലൈൻ അടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉബൈദ് ബിൻ ഉമൈറിനെ ഒന്ന് വീഴ്ത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ചോട്ടെ. ഭർത്താവ് പറഞ്ഞു, ഓക്കെ, നിനക്ക് പെർമിഷൻ തന്നിരിക്കുന്നു. ഭർത്താവിന് അത്രയും അറിയാം ഉബൈദ് ബിൻ ഉമൈറിനെ. ഉബൈദ് ബിൻ ഉമൈർ എന്ന മഹാനെ അറിയാം. അതുകൊണ്ട് പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണ് നന്നായി ഉടുത്തൊരുങ്ങി. ഉബൈദ് ബിൻ ഉമൈർ എവിടെയാണുള്ളത്? ഫിൽ മസ്ജിദുൽ ഹറാം. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിൽക്കുന്ന മഹാനാണ് ഉബൈദ് ബിൻ ഉമൈർ. അപ്പൊ ഉബൈദ് ബിൻ ഉമൈർ തങ്ങളെ മക്കത്തെ പള്ളിയിൽ നിൽക്കുമ്പോ ഈ പെണ്ണ് ഉടുത്തൊരുങ്ങിയിട്ട് മുഖത്തൊരു മക്കനെയൊക്കെ ഇട്ടിട്ട് ചെല്ലുന്നു. എന്തിനാണ് ചെല്ലുന്നത്? കൽ മുസ്തഫ്തിയത്തി, ഫത്വ തേടുന്ന പെണ്ണിനെ പോലെ ചെന്നു. അപ്പോ ഓരോരുത്തരുടെയും ലാംഗ്വേജ് അനുസരിച്ചാണ് പറ്റിക്കാൻ വരിക. മൊയ്ലിയാരെ പറ്റിക്കാൻ ചിലപ്പോ പർദ്ദ ഇട്ട പെണ്ണേ വരും. കാരണം എന്തേ? സാധാരണ ഒരു അർദ്ധമുക്കാൽ നഗ്നയായ പെണ്ണൊന്നും വന്നാൽ സാധാരണ മൊയ്ലിയാർ നോക്കൂല. അതേസമയത്ത് നല്ല ഹിജാബൊക്കെ ഇട്ടൊരു പെണ്ണ് വന്നാൽ നല്ല ദീനുള്ള പെണ്ണാണല്ലോ എന്ന് വിചാരിച്ച് മൊയ്ലിയാരെ പറ്റിക്കാൻ ചിലപ്പോ ഹിജാബ് ഇട്ട ശൈത്താനേ വരും. അപ്പൊ ഓരോരുത്തരെയും അവരവരുടെ സ്വാധീന വലയത്തിനനുസരിച്ചാണ്. ഗൗസുൽ ആലം മുഹീദ്ദീൻ തങ്ങളെ പറ്റിക്കാൻ വന്നത് ഖുത്ബുൽ അഖ്താബിനെ പോലെയാണ് ഇബ്ലീസ് വന്നത്. മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാനുള്ള തീരുമാനം ദാറുൽ അർഖമിൽ എടുക്കാൻ നേരം, ദാറുൻ നദവത്തിൽ എടുക്കാൻ നേരം, ദാറുൻ നദവയിൽ എടുക്കാൻ നേരം അവിടേക്ക് വന്നത് ഇബ്ലീസ് വലിയ നേതാവിനെ പോലെ വന്ന് കയറിയിട്ട് പറഞ്ഞു, എന്താ നിങ്ങളുടെ തീരുമാനം? അത് മുഹമ്മദ് നബി എന്ന് പറഞ്ഞൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, നാട് കടത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹിഷ്കരിക്കണം, ഊരുവലക്കണം എന്നൊക്കെ തീരുമാനം പറഞ്ഞ് മക്കയിലെ ഖുറൈശികൾ അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങളെ എടുത്തുള്ളൂ. ഇയാൾ വന്ന് പറഞ്ഞു, എന്താണ് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്? അത് ഞങ്ങളുടെ ഒരുപാട് ദൈവത്തെ ഒരു ദൈവമാക്കി, ഞങ്ങളെ വാപ്പാമാരെ കുറ്റം പറഞ്ഞു, ഇവിടെയുള്ള ദൈവം ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ചാർജ് ഷീറ്റ് തയ്യാറാക്കി. അങ്ങനെയൊക്കെ പറഞ്ഞോ? എന്നാൽ അയാളെ നാട് കടത്തിയാ പോരാ, എന്നാൽ അദ്ദേഹത്തെ ഊരുവലക്കിയാ പോരാ, കൊന്നുകളയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഗോത്രപരമായ ചില വിഷയങ്ങൾ ഉണ്ടാവും. അതിന് ഞാൻ ഉപാധി പറഞ്ഞുതരാം. ഇബ്ലീസ് വലിയ നേതാവിനെ പോലെ വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ തീരുമാനമെടുക്കുന്നു. അപ്പൊ ഇബ്ലീസ് ഓരോ തലത്തും പ്ലേ ചെയ്യുന്നത് അവിടെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, നമ്മുടെ അവസരങ്ങളിൽ ഹറാമുകൾ വരാതെ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതം ചിട്ടയുള്ള ജീവിതമാകണം. അതാ വരട്ടെ, ഉബൈദ് ബിൻ ഉമൈർ തങ്ങളുടെ അടുക്കൽ ഫത്വ ചോദിക്കുകയാണ്. ഫത്വ ചോദിക്കാൻ ചെന്നപ്പോ മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളിയുടെ മൂലക്ക് ഇങ്ങനെ സംസാരിച്ച് ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ, അല്ല ഉസ്താദെ, ഇങ്ങനെ ഫത്വയൊക്കെ ചോദിച്ച് ഈ പെണ്ണും മുന്നോട്ട് പോയി. ഒരു മൂലയിലെത്തിയപ്പോൾ വേറെ ആരും കാണാനില്ല. അപ്പൊ ഈ പെണ്ണ് മുഖത്തെ മക്കനെ അങ്ങ് പൊക്കി. സുന്ദരമായ മുഖം, സുന്ദരിയുടെ മുഖമാണ്. ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ പറഞ്ഞു, തട്ടം താഴ്ത്തിയിടൂ മോളെ, തട്ടം താഴ്ത്തിയിടുമോളെ. അപ്പോൾ മഹാനായ ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ പറഞ്ഞു, നിന്റെ മുഖത്തെ മക്കനെ താഴ്ത്തിയിടൂ. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ മസാല ചോദിക്കാൻ വന്നതല്ല, മസാല ചോദിക്കാൻ വന്നതാണ്. ഞാൻ നിങ്ങളുടെ സൗന്ദര്യത്തിൽ വീണുപോയിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടുപോയി.
ഞാൻ നിങ്ങളെ താൽപര്യപ്പെട്ടു പോയി, അതുകൊണ്ട് എന്നെ നിങ്ങൾ സ്വീകരിക്കണേ. ആലോചിച്ചു നോക്കൂ സഹോദര, മസ്ജിദുൽ ഹറാമിലാണ്. അബുൽ ഫറജ് ഇബ്നുൽ ജൗസി വിശ്വപ്രസിദ്ധ ചരിത്രകാരനാണ്. അപ്പോൾ അതാ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഈ പെണ്ണ് ഒറ്റയ്ക്കായി മഹാനായ ഉബൈദ് ബിൻ ഉമൈർ തങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം, ഞാൻ വല്ലാതെ വീണുപോയി നിങ്ങളിൽ. അപ്പോൾ ബുദ്ധിമാനായ ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ സാധാരണഗതിയിലുള്ളൊരു മനുഷ്യനാണെങ്കിൽ നല്ല സുന്ദരിയായ പെണ്ണാണ്, വേറെ ആരും കാണാനില്ല, വാ മോളെ എന്റെ അക്കോമഡേഷൻ അവിടെയാണ്, എന്റെ റൂം അവിടെയാണ്, എന്റെ ഹോട്ടൽ എവിടെയാണ്, എന്റെ ഹോസ്റ്റൽ ഇവിടെയാണ്, അങ്ങോട്ടൊന്നും വിളിച്ചില്ല. ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ ഇവിടെ സ്വർഗം പണിയാൻ വന്നതല്ല, അവിടുത്തെ സ്വർഗം വാങ്ങാനുള്ള ആളാണ്. ഈ ജന്നത്തും ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾക്കറിയാം ഇവിടുത്തെ താൽക്കാലികതകൾ മുഴുവനും തീർന്നു പോകുന്നതാണ്. ഇവിടെ വീഴേണ്ടവനല്ല ഞാൻ, ഇവിടെ താഴ്ന്നു പോകേണ്ടവനല്ല ഞാൻ. എനിക്കതാ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന വലിയൊരു സ്വർഗമുണ്ട്. അപ്പോൾ ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും പിരിച്ചുവിടാനുള്ള പണി എന്താണ്? മഹാനായ ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ ചോദിച്ചു, പെണ്ണേ, നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരാം, പക്ഷേ ചില ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തരണം, സത്യസന്ധമായി മറുപടി പറയുമോ? സത്യസന്ധമായി മറുപടി പറയാൻ നീ തയ്യാറാണോ മോളെ? എന്നാൽ നിന്റെ ആവശ്യം ഞാൻ പരിഗണിക്കാം. അതെ, ഞാൻ സത്യസന്ധമായി മറുപടി പറയാം. അല്ല പെണ്ണേ, നീ ഇവിടുന്ന് നിന്റെ മുമ്പിലേക്ക് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ, അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്ന സമയമാണെങ്കിൽ ഈ ആഗ്രഹം ഞാൻ നിറവേറ്റിത്തരണോ? മോളെ, മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വന്ന നേരത്താണെങ്കിൽ നീ പറയുന്ന ആവശ്യം ഞാൻ നിറവേറ്റി തരണോ? അല്ലാഹുമ്മ ലാ, പഠിച്ചോനെ വേണ്ട. പിന്നീട് ചോദിച്ചു, അല്ല മോളെ, നിന്നെ നാളെ മരിച്ച ഖബറിലേക്ക് വെച്ചിട്ട് മുൻകറും നക്കീറും ചോദിക്കാൻ വരുന്ന സമയമാണെങ്കിൽ നിന്റെ ഈ ആവശ്യം ഞാൻ നിർവഹിച്ചു തരണോ? അപ്പോഴും ആ പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മ ലാ, വേണ്ട വേണ്ട. മഹാനായ ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ പരലോകത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും എണ്ണി എണ്ണിയിട്ട് ചോദിച്ചു, അല്ല മോളെ, ഇന്നാലിന്ന ഘട്ടങ്ങളിലാണെങ്കിൽ നിനക്ക് നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരണോ? ഈ പെണ്ണ് പറഞ്ഞുകൊണ്ടേയിരുന്നു, അല്ലാഹുമ്മ ലാ, അല്ലാഹുമ്മ ലാ, പടച്ചവനെ വേണ്ട വേണ്ട. മഹാനവർകൾ ഏതുവരെ ചോദിച്ചു എന്നറിയുമോ? അവിടുന്ന് ചോദിച്ചു, അല്ല മോളെ, നാളെ പരലോകത്ത് എന്റെയും നിന്റെയും കർമ്മങ്ങൾ അല്ലാഹു തആല കണക്കാക്കുന്ന സമയത്ത് ആ ഘട്ടത്തെക്കുറിച്ച് വരെ മഹാനവറുകളും ഓർമ്മിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ പെണ്ണിനോട് ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ പറയാണ്, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കു പെങ്ങളെ, ഫഖദ് അൻഅമ അലൈകി വഅഹ്സന ഇലൈകി. അല്ലാഹ് എത്ര വലിയ അനുഗ്രഹമാണ് നിനക്ക് ചെയ്തത്, എത്ര വലിയ നന്മയാണ് നിനക്ക് നൽകിയത്, എന്നിട്ട് നീ ഇങ്ങനെ ആയിപ്പോയോ മോളെ? ഉബൈദ് ബിൻ ഉമൈർ തങ്ങളെന്ന് ചോദിച്ചു. അവരല്ലേ ബുദ്ധിമാന്മാർ, വികാരത്തെ അതിജീവിച്ച വിചാരത്തിന്റെ ഉടമകൾ. അവരല്ലേ ശാരീരിക പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് ചിന്താ ചക്രവാളത്തെ ഊതിക്കാച്ചിയവർ. അവരാണ് ഉന്നതമായ വിചാരത്തിന്റെ ഉപാസകർ. അവരവിടുന്ന് അധമ വികാരത്തിന്റെ അടിമകളല്ല, ഉയർന്ന വിചാരത്തിന്റെ ആളുകളാണ്. മഹാനായ ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ ഈ പെണ്ണിനെ അങ്ങ് ഉപദേശിച്ചു വിട്ടപ്പോൾ ഫറജഅത് ഇലാ സൗജിഹാ, ഈ പെണ്ണ് തിരിച്ച് ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു. ഫഖാല, അപ്പൊ ഭർത്താവ് ചോദിക്കുകയാണ്, മാ സനഅതി, മോളെ വഴിക്ക് വന്നോ ഉബൈദ്? അല്ല, നിന്റെ ലൈൻ എവിടെ ഫലിച്ചോ മോളെ? അപ്പൊ ആ പെണ്ണ് പറയുകയാണ്, അന്ത ബത്താലുൻ വനഹ്നു ബത്താലൂൻ, നമ്മ
നമ്മളൊക്കെ അശ്രദ്ധന്മാരായ ബടുകന്മാരാണ്, ഞാനും നിങ്ങളുമൊക്കെ ഗഫലാന്മാരാണ്, ഈ ലോകത്തെ ഭാരങ്ങൾ ചുമന്ന് നടക്കുന്ന ആളുകളാണ്. ഫഅഖബലത അല സ്വലാത്തി വസ്സൗമി വൽ ഇബാദ, ഈ പെണ്ണ് നിസ്കാരത്തിലേക്ക്, നോമ്പിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക് മുഴുവനും അങ്ങ് മാറുകയാണ്. കുറെ കഴിഞ്ഞപ്പോ പെണ്ണിനെ ഭർത്താവിന് തന്നെ കിട്ടാനില്ല. അപ്പൊ ആ ഭർത്താവ് പറയുന്നതായി അബുൽ ഫറജ് ഇബ്നുൽ ജൗസി എഴുതുകയാണ്, മലീ വലി ഉബൈദ് ബിൻ ഉമൈർ, മലീ വലി ഉബൈദ് ബിൻ ഉമൈർ അഫ്സദ അല ഇംറഅതി. എന്താ ഈ ഉബൈദ് ബിൻ ഉമൈർ കാണിച്ചത്? എന്റെ പെണ്ണിനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ, എന്റെ പെണ്ണിനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. എങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു? കാനത്ത് ഫീ കുല്ലി ലൈലത്തിൻ അറൂസാ ഫസയ്യറഹാ റാഹിബാ, എല്ലാ രാത്രിയിലും അവൾ ഉടുത്തൊരുങ്ങിയ പുതിയ പെണ്ണായിരുന്നു. ഞാൻ ആ ഉബൈദ് ബിൻ ഉമൈറിന്റെ അടുക്ക പറഞ്ഞു വിട്ടതിന് ശേഷം അവളെ സന്യാസിനിയായി പോയി. എപ്പോഴും നിസ്കാര മുസല്ലയിൽ തന്നെ, അവളെ എനിക്ക് പോലും കിട്ടാനില്ല. ആലോചിച്ചു നോക്കൂ സഹോദര, അതാണ് വിചാരത്തിന്റെ ലോകം, അതാണ് ദൈക്ഷണികരുടെ ലോകം. ഒരു പെണ്ണ് വന്ന് മാടി വിളിക്കുമ്പോ ഇല്ല ഇല്ല മോളെ, ഇത് കേവലം പുരുഷന്മാരെ മാത്രം പറയാൻ പറഞ്ഞ കഥയല്ല, മറിച്ചോ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനയുടെ ശീലുകൾ വരുമ്പോ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഉപദേശമാണ്. ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം, പെങ്ങളെ നിന്റെ മനസ്സിൽ ഉയരണം, ഉമ്മ നമ്മുടെ മനസ്സിൽ ഉയരണം, നമ്മുടെ ഹൃത്തടങ്ങളിൽ ഉയരണം. ഈ താൽക്കാലികമായ ജീവിതത്തിന്റെ ആസ്വാദനമല്ല, നാളത്തെ ലോകത്തേക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാകണ്ടേ. അപ്പൊ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവർ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, നാളെ സ്വർഗലോകത്ത് ചെല്ലുമ്പോ വിശ്വാസികൾക്ക് കിട്ടുന്ന ഹൂറികൾ ആരാണ്? മഖ്സൂറാത്തും ഫിൽ ഖിയാം, അവരവരുടെ ഖൈമകളിൽ ഒതുങ്ങിക്കൂടുന്ന പെണ്ണുങ്ങളാണ്, അവരവരുടെ ഖൈമകളിൽ ഒതുങ്ങിക്കൂടുന്ന പെണ്ണുങ്ങളാണ്. അല്ലാതെ രാവിലെ കണ്ടവനോട് ഐ ലവ് യു, ഉച്ചയ്ക്ക് കണ്ടവനോട് ഐ ലവ് യു, വൈകുന്നേരം കണ്ടവന്റെ കൂടെ വണ്ടി കയറി, അങ്ങനത്തെ പെണ്ണുങ്ങളല്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ള ഹൂറികൾ, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ലം യത്മിസുഹുന്ന ഐ ലം യതഉഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല ഇൻസും ഖബലഹും വലാ ജാൻ, ഒരു മനുഷ്യനും ഒരു ഭൂതവും സ്പർശിച്ചിട്ടില്ലാത്ത സജ്ജനങ്ങളാണ്. അവിടുന്ന് സൽക്കർമ്മികളായ അല്ലെങ്കിൽ സുന്ദരികളായ, അവിടുന്ന് കാപഢ്യങ്ങളില്ലാത്ത സ്ത്രീകളാണ്, ഹൂറികളാണ് സ്വർഗലോകത്തുള്ളത്. പുരുഷന്മാർക്ക് അവരുടെ അനുഗ്രഹങ്ങൾ, സ്ത്രീകൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ എല്ലാം ഒരുക്കിയ വീടാണ് ദാറുസ്സലാം വദാറുൽ അമാൻ, സ്വർഗം അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാനും നീയും വിവേകമുള്ളവനാകണം, വിചാരമുള്ളവനാകണം. ഇവിടെയുള്ള ആസ്വാദനം